പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, ഒരു പ്രശസ്ത വ്യവസായിയോട് ഒരിക്കൽ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ചോദിച്ചു, താങ്കളുടെ കമ്പനിയിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്പത്ത് ഏതാണ്? എല്ലാവരും കരുതിയത് അദ്ദേഹം പറയും എന്ന്. അദ്ദേഹത്തിന്റെ ഫാക്ടറികൾ, കെട്ടിടങ്ങൾ, സാങ്കേതികവിദ്യ, അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ. പക്ഷേ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾ നിശബ്ദനായി നിന്ന ശേഷം ഒരു വാക്ക് മാത്രം പറഞ്ഞു: വിശ്വാസം. അഭിമുഖകർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ട്? അദ്ദേഹം മറുപടി പറഞ്ഞു, വിശ്വാസം പണിയാൻ വർഷങ്ങൾ എടുക്കും, പക്ഷേ അത് തകർക്കാൻ ഏതാനും സെക്കൻഡുകൾ മതി. ആ വാക്കുകൾ എന്റെ മനസ്സിൽ പതിഞ്ഞു. വിശ്വാസം വാങ്ങാനാവില്ല, വിശ്വാസം നിർമ്മിക്കാനാവില്ല, വിശ്വാസം ആവശ്യപ്പെടാനാവില്ല. വിശ്വാസം സമ്പാദിക്കേണ്ടതാണ്. ഒരു വിവാഹം നിലനിൽക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. ഒരു കുടുംബം നിലനിൽക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. സൗഹൃദങ്ങൾ നിലനിൽക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. ഒരു ഇടവക നിലനിൽക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. ഒരു സമൂഹം പോലും നിലനിൽക്കുന്നത് വിശ്വാസം കൊണ്ടാണ്. എന്നാൽ ഇന്ന് നാം ജീവിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രതിസന്ധിക്കാലത്താണ്. ജനങ്ങൾ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കുന്നില്ല, സ്ഥാപനങ്ങളെ വിശ്വസിക്കുന്നില്ല, പരസ്യങ്ങളെ വിശ്വസിക്കുന്നില്ല, സോഷ്യൽ മീഡിയയും വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങളെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? കാരണം വാക്കുകളുടെ വില കുറഞ്ഞിരിക്കുന്നു. വാഗ്ദാനങ്ങൾ എളുപ്പത്തിൽ നൽകപ്പെടുന്നു. പ്രതിബദ്ധതകൾ എളുപ്പത്തിൽ ലംഘിക്കപ്പെടുന്നു. സൗകര്യത്തിനു വേണ്ടി സത്യം ബലിയർപ്പിക്കപ്പെടുന്നു. ഇത്തരം ഒരു മുറിവേറ്റ ലോകത്താണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്: നിങ്ങളുടെ ഉവ്വ് ഉവ്വായിരിക്കട്ടെ, ഇല്ല ഇല്ലായിരിക്കട്ടെ. ആദ്യം കേൾക്കുമ്പോൾ ഇത് വളരെ ലളിതമായ ഉപദേശമായി തോന്നാം. എന്നാൽ യേശു മനുഷ്യഹൃദയത്തിന്റെ ആഴത്തിലുള്ള മുറിവിനെ സ്പർശിക്കുകയാണ്. അവിടുത്തെ കാലത്ത് മതനേതാക്കൾ സത്യത്തെ വളച്ചൊടിക്കാൻ വഴികൾ കണ്ടെത്തിയിരുന്നു. ജെറുസലേമിനെ ചൊല്ലി സത്യം ചെയ്താൽ അത് ബാധകമല്ല. ദേവാലയത്തെ ചൊല്ലി സത്യം ചെയ്താൽ അത് ഒഴിവാക്കാം. പക്ഷേ ദേവാലയത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്താൽ അത് ബാധകമാണ്. അവർ സത്യസന്ധരായി കാണപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥ സത്യസന്ധതയിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അത് സത്യത്തിന്റെ മുഖംമൂടിയായിരുന്നു. മതത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന അസത്യമായിരുന്നു. അപ്പോൾ യേശു പറയുന്നു, സത്യസന്ധരായി കാണപ്പെടാൻ ശ്രമിക്കരുത്, സത്യസന്ധരാകുക. വഴിവിട്ടുപോകാനുള്ള പഴുതുകൾ അന്വേഷിക്കരുത്, വിശ്വസ്തരാകുക. പ്രശ്നം നിങ്ങളുടെ വാക്കുകളിൽ അല്ല, പ്രശ്നം നിങ്ങളുടെ ഹൃദയത്തിലാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം സത്യത്തെ വളച്ചൊടിക്കുന്നത് എത്ര എളുപ്പമാണെന്ന്. നമ്മിൽ പലരും മഹാഭാരതത്തിലെ ദ്രോണാചാര്യരുടെ കഥ കേട്ടിട്ടുണ്ട്. യുദ്ധത്തിൽ ആരാലും തോൽപ്പിക്കാനാകാത്ത യോദ്ധാവായിരുന്നു ദ്രോണർ. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശത്രുക്കൾക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവർ ചതിയുടെ വഴി തിരഞ്ഞെടുത്തു. അശ്വത്ഥാമൻ എന്ന പേരുള്ള ഒരു ആനയെ കൊന്നു. പിന്നീട് അവർ പറഞ്ഞു, അശ്വത്ഥാമൻ മരിച്ചു. അത് പൂർണ്ണമായ കള്ളമല്ലായിരുന്നു, പക്ഷേ അത് വഞ്ചിക്കാനായിരുന്നു. ദ്രോണർ തന്റെ മകൻ മരിച്ചുവെന്ന് കരുതി. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു. ധൈര്യം നഷ്ടപ്പെട്ടു. അവസാനം അദ്ദേഹം വീണുപോയി. ഒരു അർദ്ധസത്യം ഒരു സൈന്യത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്തു. അതുകൊണ്ടാണ് യേശു നമ്മുടെ വാക്കുകളെ ഇത്ര ഗൗരവത്തോടെ കാണുന്നത്. വാക്കുകൾ വെറും വാക്കുകൾ മാത്രമല്ല. വാക്കുകൾ മുറിവുണക്കുന്നു. വാക്കുകൾ മുറിവേൽപ്പിക്കുന്നു. വാക്കുകൾ വിശ്വാസം പണിയുന്നു. വാക്കുകൾ വിശ്വാസം തകർക്കുന്നു. വാക്കുകൾ ഐക്യം സൃഷ്ടിക്കുന്നു. വാക്കുകൾ വിഭജനം സൃഷ്ടിക്കുന്നു. ഒരു ചെറിയ സംഭവം ഓർക്കാം. ഒരു അമ്മ തന്റെ കുഞ്ഞിന് ഒരു മിഠായി കൊടുത്തു. തമാശയായി പറഞ്ഞു, അച്ഛനോട് പറയരുതേ. കുഞ്ഞ് ഓടിച്ചെന്നു അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അമ്മ എനിക്ക് മിഠായി തന്നു. എല്ലാവരും ചിരിച്ചു. എന്നാൽ ആ സംഭവത്തിന്റെ സൗന്ദര്യം കുഞ്ഞ് സത്യം പറഞ്ഞതിൽ മാത്രമല്ല, അവൻ ഇനിയും മുതിർന്നവരുടെ കളികൾ പഠിച്ചിട്ടില്ല എന്നതിലാണ്. അവൻ കണക്കുകൂട്ടുന്നില്ല, ചതി ചെയ്യുന്നില്ല, സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല, ലാളിത്യത്തിലും ആശ്രയത്വത്തിലും ജീവിക്കുന്നു. അതുകൊണ്ടായിരിക്കാം യേശു പറഞ്ഞത്, നിങ്ങൾ ചെറിയ കുട്ടികളെപ്പോലെ ആകാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവരാജ്യം മുഖംമൂടികളില്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവർക്കുള്ളതാണ്. വഞ്ചനയില്ലാതെ, ഇരട്ട ജീവിതമില്ലാതെ, മറഞ്ഞ ഉദ്ദേശ്യങ്ങളില്ലാതെ. മഹാത്മാഗാന്ധി സത്യത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചു. എന്നാൽ നാം പലപ്പോഴും മറക്കുന്നത് അദ്ദേഹം സാമ്രാജ്യത്വ ഭരണത്തിന് കീഴിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന്.
സത്യം പറയുന്നത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യവും പ്രശസ്തിയും ജീവനും നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാമായിരുന്നു. അതുപോലെ തന്നെ യേശു ഈ പ്രസംഗം നടത്തിയത് റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ ജീവിച്ചിരുന്ന ജനങ്ങളോടായിരുന്നു. അവർ അഴിമതി അറിഞ്ഞിരുന്നു, ഭയം അറിഞ്ഞിരുന്നു, അടിച്ചമർത്തൽ അറിഞ്ഞിരുന്നു. അവർക്ക് സത്യം ഒരു സ്വകാര്യ സദ്ഗുണം മാത്രമായിരുന്നില്ല. സത്യം സ്വാതന്ത്ര്യത്തിന്റെ പ്രവൃത്തിയായിരുന്നു. ഭയം ഭരിക്കുന്നിടത്ത് സത്യം വിപ്ലവമാകുന്നു. അധികാരികൾ പലപ്പോഴും അസത്യത്തെ ആശ്രയിക്കുന്നു. പക്ഷേ ദൈവരാജ്യം സത്യത്തിന്റെ മേലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ സുവിശേഷം രാഷ്ട്രീയക്കാരെക്കുറിച്ച് മാത്രമല്ല, നമ്മെക്കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ വിട്ടുവീഴ്ചകളെക്കുറിച്ചാണ്. കണക്കുകളിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. നിറവേറ്റാൻ ഉദ്ദേശമില്ലാത്ത വാഗ്ദാനങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പറയുന്ന ന്യായീകരണങ്ങളെക്കുറിച്ചാണ്. നമ്മൾ മറച്ചുവെക്കുന്ന സത്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ധരിക്കുന്ന മുഖംമൂടികളെക്കുറിച്ചാണ്. ഒരുപക്ഷേ ചോദ്യം ഇതല്ല, ഞാൻ കള്ളം പറയുന്നുണ്ടോ? യഥാർത്ഥ ചോദ്യം ഇതാണ്: എന്റെ ജീവിതത്തിന്റെ ഏത് ഭാഗത്താണ് ഞാൻ ഇനിയും സത്യത്തിൽ ജീവിക്കാൻ ഭയപ്പെടുന്നത്? എന്റെ കുടുംബത്തിലോ, സാമ്പത്തിക കാര്യങ്ങളിലോ, ബന്ധങ്ങളിലോ, ശുശ്രൂഷയിലോ, അല്ലെങ്കിൽ എന്റെ സ്വന്തം ഹൃദയത്തിലോ? ഓരോ കള്ളത്തിന്റെയും പിന്നിൽ ഭയമുണ്ട്. ഓരോ സത്യത്തിന്റെയും പിന്നിൽ വിശ്വാസമുണ്ട്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് സത്യസന്ധത നീതിയിലും സ്നേഹത്തിലും വേരൂന്നിയ ഒരു സദ്ഗുണമാണെന്നാണ്. സത്യം കള്ളം ഒഴിവാക്കുന്നത് മാത്രമല്ല, സത്യം ദൈവവുമായി കൂട്ടായ്മയിൽ ജീവിക്കുന്നതാണ്. കാരണം ദൈവം തന്നെയാണ് സത്യം. ഓരോ സത്യവാക്കും അവിടുത്തെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കുന്നു. ഓരോ സത്യസന്ധമായ പ്രവൃത്തിയും അവിടുത്തെ ജീവിതത്തിൽ പങ്കുചേരലാണ്. ഇന്നത്തെ സുവിശേഷം വ്യക്തികളോട് മാത്രമല്ല, സഭയോടും സംസാരിക്കുന്നു. ഒരു ഇടവക വിശ്വാസം കൊണ്ടാണ് ജീവിക്കുന്നത്. കുടുംബങ്ങൾ വിശ്വാസം കൊണ്ടാണ് ജീവിക്കുന്നത്. സന്യാസ സമൂഹങ്ങൾ വിശ്വാസം കൊണ്ടാണ് ജീവിക്കുന്നത്. സുതാര്യതയില്ലാത്ത നേതൃത്വം സംശയം സൃഷ്ടിക്കുന്നു. ഉത്തരവാദിത്വമില്ലാത്ത അധികാരം ഭയം സൃഷ്ടിക്കുന്നു. സ്നേഹത്തോടെ സത്യം പറയുകയും വിനയത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്യുന്ന സമൂഹങ്ങളാണ് വളരുന്നത്. സഭ സത്യവും കരുണയും പരസ്പരം ആലിംഗനം ചെയ്യുന്ന ഭവനമാകണം. ഇത് നമ്മെ കാൽവരിയിലേക്ക് നയിക്കുന്നു. ക്രൂശ് നമ്മുടെ പാപങ്ങളുടെ ഭാരം വഹിച്ച സ്ഥലം മാത്രമല്ല, മനുഷ്യന്റെ അസത്യത്തിന് എത്ര ഭയാനകമായ ഫലങ്ങളുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന സ്ഥലവുമാണ്. യേശുവിനെ ഒരു ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുത്തു. ഒരു സുഹൃത്ത് അവിടുത്തെ നിഷേധിച്ചു. കള്ളസാക്ഷികൾ അവിടുത്തെ കുറ്റപ്പെടുത്തി. ഭയപ്പെട്ട ശിഷ്യന്മാർ അവിടുത്തെ ഉപേക്ഷിച്ചു. രാഷ്ട്രീയ ഗൂഢാലോചനകൾ അവിടുത്തെ ക്രൂശിലേക്ക് നയിച്ചു. എന്നിട്ടും യേശു പ്രതികാരം ചെയ്തില്ല. ക്ഷമിച്ചു, അനുഗ്രഹിച്ചു, സ്നേഹിച്ചു. ഉത്ഥാനത്തിലൂടെ അവിടുന്ന് ഒരു പുതിയ മനുഷ്യരാശിയെ സൃഷ്ടിച്ചു. ഭയമല്ല, സത്യം നയിക്കുന്ന മനുഷ്യരാശി. ഇതാണ് സുവിശേഷത്തിന്റെ സന്തോഷവാർത്ത. നാം കള്ളം ഒഴിവാക്കാൻ മാത്രമല്ല രക്ഷിക്കപ്പെട്ടത്, സത്യസന്ധരാകാനാണ് രക്ഷിക്കപ്പെട്ടത്. ഹൃദയം സ്വതന്ത്രമായവരാകാൻ, വാക്കുകൾ വിശ്വസിക്കപ്പെടുന്നവരാകാൻ, ജീവിതം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവരാകാൻ. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നാം ഈ ബലിപീഠത്തിലേക്ക് വരും. പുരോഹിതൻ പറയും, ക്രിസ്തുവിന്റെ ശരീരം. നാം മറുപടി പറയും, ആമേൻ. ആ ചെറിയ വാക്കിന്റെ അർത്ഥം: അതെ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അതെ കർത്താവേ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. അതെ കർത്താവേ, ഞാൻ അങ്ങയുടേതാണ്. ഇന്ന് ആ ആമേൻ ഒരു വാക്കായി മാത്രം നിൽക്കാതിരിക്കട്ടെ. അത് ഒരു ജീവിതശൈലിയാകട്ടെ. നമ്മുടെ ഉവ്വ് ഉവ്വായിരിക്കട്ടെ. നമ്മുടെ ഇല്ല ഇല്ലായിരിക്കട്ടെ. നമ്മുടെ വീടുകൾ വിശ്വാസത്തിന്റെ ഭവനങ്ങളാകട്ടെ. നമ്മുടെ ഇടവക സത്യത്തിന്റെ സമൂഹമാകട്ടെ. ലോകം നമ്മിൽ അപൂർവവും മനോഹരവുമായ ഒന്നിനെ കാണട്ടെ: യേശുക്രിസ്തുവിൻ്റേതായ ഒരു ജനതയെ. അവിടുന്ന് വഴിയാണ്. അവിടുന്ന് സത്യമാണ്. അവിടുന്ന് ജീവനാണ്. ആമേൻ.